തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിച്ച് പ്രചാര രംഗത്ത് സജീവമാവുകയാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി വസീഫ്. റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ വോട്ടർമാരിലേക്ക് വസീഫിന്റെ പ്രചാരണം കൊണ്ടുപോകുന്നത്. സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ അവസാന നിമിഷത്തെ പ്രതീക്ഷകൾ? ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതാണ്, ഇവിടെ മലപ്പുറത്ത് ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി വന്ന് അന്ന് മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മലപ്പുറത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം എന്നിലൂടെ ഇവിടെ സാധ്യമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവർക്ക് ഈ മുസ്ലിം ലീഗിന്റെ ചില നേതൃത്വത്തിന്റെ ഈ തെറ്റായ നടപടികൾക്കെതിരെയുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റായി ഈ തെരഞ്ഞെടുപ്പ് മാറ്റണം എന്നൊരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഈ വഴിയിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. വലിയൊരു മാറ്റം, വലിയൊരു ക്ലീൻ മെജോറിറ്റി, ഒരു നല്ല മാർജിൻ ഇവിടെ ഉണ്ടാകും ഇടതുപക്ഷത്തിന് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ 2004 ആവർത്തിക്കും. 2004 മുകളിൽ പോകും 2024. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഈ തെരഞ്ഞെടുപ്പോടുകൂടി മലപ്പുറത്തെ ചില മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ചിലരുടെ സ്ഥാനം തെറിക്കും. മുസ്ലിം ലീഗ് നേതൃത്വത്തിലേക്ക് ഒരു മാറ്റം വരുന്നു പറയാൻ കാരണം തീർച്ചയായിട്ടും അവരുടെ തെറ്റായ നടപടികളും ഇടപെടലുകളുമാണ് ഇവിടെ വലിയ ഈ ജനങ്ങൾക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ നിന്ന് വലിയൊരു വിഭാഗം ഇത്തവണ ഞങ്ങളെ പിന്തുണക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിലൊരു കാര്യം, മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇടപെടുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാകും ഞാൻ എന്ന് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. ജീവൻ പോയാലും മതനിരപേക്ഷത വിട്ടുകളിക്കില്ല, രാജ്യത്ത് സംഘപരിവാരത്തിന് മുമ്പിൽ മുട്ടുവളക്കില്ല എന്നുള്ള ബോധ്യം നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. സമസ്തയുടെ വോട്ടുകളുടെ ഒരു അടിയൊഴുക്ക് ഉണ്ടാവുമോ ഇടതുപക്ഷത്തേക്ക് മലപ്പുറത്തൊക്കെ? സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പറ്റുക? മുസ്ലിം ലീഗിന്റെ ഈ മലപ്പുറത്തെ അവരുടെ ഇടപെടലുകൾ, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ കേട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ആളുകൾക്ക് ആളുകൾ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുക? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ പറ്റില്ല. എത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം സമസ്തയൊക്കെ ഇവർ ആക്ഷേപിച്ചില്ലേ, വെല്ലുവിളിച്ചില്ലേ? സമസ്തയുടെ നേതാക്കന്മാരോ പ്രവർത്തകരൊക്കെ പിന്തുണയുമായി വന്നിട്ടുണ്ടോ, വിളിക്കാറുണ്ടോ? എന്നെ മുസ്ലിം ലീഗിന്റെ തന്നെ എത്രയെത്ര പ്രവർത്തകർ വിളിക്കുന്നു, എത്രയെത്ര പ്രവർത്തകർ പിന്തുണ അറിയിക്കുന്നു. അതുപോലെ ഈ മണ്ഡലത്തിലെ വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട, വിവിധ സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗം എന്നൊന്നുമില്ല. അതൊക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. മണ്ഡലത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഇപ്പൊ അനുകൂലമാകാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ? മണ്ഡലത്തിൽ ഒന്ന്, ഇവിടെ ജയിച്ചു പോകുന്ന ജനപ്രതിനിധികൾ ഈ നാടിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വലിയൊരു ആക്ഷേപമുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ലൈവ് പ്രോഗ്രാം, ഞാൻ FB ലൈവിൽ വന്നപ്പോഴും ആളുകൾ അതാ ചോദിക്കുന്നത്. കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യവും നിങ്ങളെ ഇനി കാണാൻ കിട്ടുമോ, നിങ്ങൾ വരുമോ എന്നൊക്കെയാണ്. ഇനി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളും മണ്ഡലം മാറിപ്പോവോ, അങ്ങനെയൊക്കെയുള്ള രീതിയാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ആളുകൾ. അതായത് ഇവിടെ ജയിച്ചു കഴിഞ്ഞ ഒരു ജനപ്രതിനിധി ജനങ്ങളുമായിട്ട് ഉള്ള ബന്ധം ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അവർ ആഗ്രഹിക്കുന്ന സമയത്ത്, അവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് എത്തുന്ന ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടാകുന്നില്ല. ഞാൻ തുടക്കം മുതൽ ഇന്നലെ വരെ, ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ പൊതുയോഗങ്ങളിലും ഇന്ന് ഇപ്പോൾ നിങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറെ പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന, ഇടപെടാൻ പറ്റുന്ന, അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതാണ് ഞാൻ കൊടുക്കുന്ന ഉറപ്പ്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അവിടം വരെ പോകാനും, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് ഭീഷണി ഉണ്ടായാലും അതിനു മുമ്പിൽ മുട്ടുവളക്കാതെ ആർജവത്തോടുകൂടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളും. അതോടൊപ്പം ഈ നാടിനോടൊപ്പം, ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം അവരുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു സഹോദരനായി, അവരുടെ ഒരു സഹപ്രവർത്തകനായി ഞാൻ ഉണ്ടാകും. അവർക്ക് ഏത് സമയത്തും ബന്ധപ്പെടാനും ഇടപെടാനും പറ്റുന്ന ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഞാൻ കൊടുത്തത്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. കാരണം മണ്ഡലം മാറിപ്പോയവർക്കും ഒക്കെ മണ്ഡലം മാറിപ്പോയവർക്കൊക്കെ അതിനുള്ള ഉത്തരവുണ്ട് സ്വാഭാവികമായിട്ടും. ഇന്നലെ സമസ്ത ഒരു പ്രസ് റിലീസ് ഇറക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും സമസ്ത ലീഗ് വിവാദം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പറയുന്നത് ലീഗിനുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടെന്നും അതിന് തകരാറും ഉണ്ടാക്കരുത്, പ്രചാരണം നടത്തരുതെന്നൊക്കെയാണ് ആ റിലീസിലുള്ളത്. അത് ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിയാവോ? അതിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും മതസംഘടനകൾക്ക് ബന്ധം ഉണ്ടാവില്ലേ? സമസ്ത എന്ന് പറയുന്നത് തീർത്തും ഒരു മതസംഘടനയാണ്. സമസ്തയിൽ ഞങ്ങളിൽപ്പെട്ടവരില്ലേ? സമസ്ത ഞങ്ങളെ CPM അനുഭാവികളായിട്ടുള്ള, CPM പ്രവർത്തകരായിട്ടുള്ളവർ സമസ്ത സുന്നി വിഭാഗത്തിൽ ആളുകളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മാത്രം ഒരു നിലപാട്. ഞങ്ങളോടും അതേ സമീപനം തന്നെയല്ലേ? ഞങ്ങളുമായിട്ടും ബന്ധമുണ്ടല്ലോ, എല്ലാവരുമായിട്ടും അവർക്ക് ബന്ധം ഉണ്ടാവില്ലേ? പക്ഷേ
ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളൊക്കെ നോക്കൂ നിങ്ങൾ. എത്ര കരുത്ത് നൽകുന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾക്ക്, എത്ര ആർജവത്തോടു കൂടിയാണ് ഈ നാട് പിന്തുണ കൊടുക്കുന്നത് എന്ന് കേട്ട് മനസ്സിലായില്ലേ നമുക്ക്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി CPM ആണ്, ഇടതുപക്ഷമാണ് എന്ന് ഒരു മതപണ്ഡിതൻ ആർജവത്തോടു കൂടി പറയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഭിമാന നിമിഷമാണ്. ഞങ്ങൾ ഈ നാടിന് മുമ്പിൽ വെക്കുന്ന ഞങ്ങളുടെ നിലപാടുകൾ, ഞങ്ങളുടെ പോരാട്ടങ്ങൾക്കൊക്കെ കിട്ടുന്ന അംഗീകാരം ചെറുതല്ല. നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെ ചെറുതാക്കി കാണാൻ ശ്രമിച്ചാലും ഈ ജനം ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു. ഈ പോരാട്ടത്തിൽ, നമ്മുടെ നാടിനെ ചേർത്ത് നിർത്തുന്ന പോരാട്ടത്തിൽ ഈ അചഞ്ചലമായി നിലയുറപ്പിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ള ബോധ്യം ഈ നാടിനുണ്ട്. ഈ ഇലക്ഷൻ റിസൾട്ടിൽ എങ്ങനെയാണ് വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കണക്ക് കൂട്ടിയിരുന്നത്, വിലയിരുത്തിയിരുന്നത് എങ്ങനെയാണ്? ഞാൻ റിപ്പോർട്ടർ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു 1,00,000-ഓളം വോട്ടിന് ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നതും വലിയ മെജോറിറ്റിയോടുകൂടിയുള്ള ഒരു വിജയം മലപ്പുറത്ത് എനിക്കുണ്ടാകും, ഇടതുപക്ഷത്തിനുണ്ടാകും. അങ്ങനെ ഒരു വിജയം ഈ ജനങ്ങൾ എനിക്ക് തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2004 വലിയൊരു 2024 ഉണ്ടാകുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷം മലപ്പുറത്ത് അട്ടിമറി വിജയം നേടുമെന്നുമുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും മലപ്പുറത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി വസീഫ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.